ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ഹാപ്പി ഹോംസ് ബൈ അഖില. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് ഒരു ദിവസം കൂടി തിരുവനന്തപുരത്ത് സ്റ്റേ ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ രണ്ടാം ദിവസം ഞങ്ങൾ സ്റ്റേ ചെയ്യാനായിട്ട് തിരഞ്ഞെടുത്തത് സ്വദേശ് മൈ ഹോംസ് എന്ന ഒരു ഫ്ലാറ്റാണ് കേട്ടോ. ഇത് ശരിക്കും ഒരു ഫ്ലാറ്റ് തന്നെയാണ്, പക്ഷേ വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ താമസിക്കാൻ പറ്റുന്ന ഒരു ഫ്ലാറ്റായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കാം. ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട്, അതുപോലെ ഒരു സോഫ കം ബെഡുണ്ട്, അതുപോലെ 2 ബാത്റൂംസും ഉണ്ട് കേട്ടോ. ഒരു കിച്ചണുണ്ട്, നമുക്ക് അത്യാവശ്യം കുക്ക് ചെയ്യാൻ വേണ്ടി കിച്ചണിലും സാധനങ്ങളൊക്കെ ഉണ്ട്. ഇഷ്ടംപോലെ ടവലൊക്കെ എപ്പോഴും മിക്ക റിസോർട്ടിലും നമ്മൾ ചെല്ലുമ്പോൾ ആവശ്യത്തിന് ടവൽ കാണില്ല. ഇവിടെ ടവലും എല്ലാം ഉണ്ടായിരുന്നു, വെൽ മെയിൻറ്റെയിൻഡ് ആയിരുന്നു കേട്ടോ റൂംസൊക്കെ. ഇവിടുത്തെ 1 ഡേ പാക്കേജിൽ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും കൂടെ കോംപ്ലിമെൻ്ററി ആയിരുന്നു. അപ്പോൾ അത്യാവശ്യം സ്റ്റൊമക്ക് ഫില്ലിംഗ് ആയുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ഭയങ്കര സൂപ്പർ എന്നൊന്നും പറയത്തില്ല, നമ്മൾ പറയുന്ന ഓർഡർ അനുസരിച്ച് അവർ ഉണ്ടാക്കി തരുന്നുണ്ടായിരുന്നു കേട്ടോ. തിരുവനന്തപുരത്തേക്കുള്ള യാത്രയിൽ ഞങ്ങളുടെ ലിസ്റ്റിലുണ്ടായിരുന്ന ഒരൈറ്റമായിരുന്നു തിരട്ടിപ്പാൽ. ഇത് കിട്ടുന്ന സ്ഥലവും ഞങ്ങൾ നേരത്തെ തന്നെ നോട്ട് ചെയ്ത് വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഈ തിരട്ടിപ്പാൽ എന്താണ് എന്ന് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്, നിങ്ങളിൽ പലരും ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്. നമ്മുടെ പേട പോലിരിക്കുന്ന മറ്റൊരു ഐറ്റമാണ് കേട്ടോ. ഒരു വീഡിയോയിൽ ഞങ്ങൾ കണ്ടപ്പോൾ കുറച്ചുകൂടെ ലിക്വിഡി ആയിട്ടാണ് കണ്ടത്, പക്ഷേ ഞങ്ങൾക്കത് കിട്ടിയത് കുറച്ച് ഡ്രൈ ആയിട്ടായിരുന്നു കേട്ടോ. പക്ഷെ നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും, നല്ല ടേസ്റ്റായിരുന്നു. പാല് കുറുക്കിയെടുത്ത് നെയ്യും പഞ്ചസാരയൊക്കെ ചേർത്ത ഒരു ഐറ്റമാണ് കേട്ടോ. അമ്മായിമ്മമാരെ മരുമകന്മാർക്ക് വേണ്ടി പ്രത്യേകം അഗ്രഹാരങ്ങളിലൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഫുഡ് ഐറ്റമാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ ഒരു അഗ്രഹാരത്തിൽ പോയാണ് ഈ സ്വീറ്റ് വാങ്ങിക്കാനായിട്ട് പോയത്. അതുപോലെ തന്നെ അവിടെ മറ്റു പല സ്വീറ്റ്സും ഉണ്ടായിരുന്നു, എല്ലാത്തിനും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പം നിങ്ങൾക്ക് സ്വീറ്റ്സൊക്കെ വാങ്ങണം തിരുവനന്തപുരത്ത് വരുമ്പം എന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ ഈ ജയ് സീത സ്വീറ്റ്സ് ഗൂഗിൾ മാപ്പിൽ അടിച്ചാൽ മതി കിട്ടും കേട്ടോ. അപ്പം കുറച്ച് റോഡൊക്കെ ഇച്ചിരി ടഫാണ്, എന്നാലും ഒത്തിരി സിറ്റിയിൽ നിന്ന് മാറിയല്ല, നല്ല ഒരു സ്വീറ്റൊക്കെ കഴിക്കാനായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഞങ്ങൾ അവിടെ ചെന്ന സമയത്ത് അവിടെ ഒരു മരണം നടന്നായിട്ട് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഇറങ്ങിയില്ല, ഞങ്ങളിൽ ഒരാൾ പോയി വാങ്ങിക്കും കേട്ടോ ചെയ്തത്. ആദ്യത്തെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിരുന്നല്ലോ, തിരുവനന്തപുരത്തേക്കുള്ള ഈ യാത്ര എന്ന് പറയുന്നത് ഞാൻ ഒട്ടും പ്രിപ്പയർഡ് ആയിരുന്നില്ല, പക്ഷേ ഹസ്ബൻഡ് വെൽ പ്ലാൻഡ് ആയിരുന്നു. അപ്പോൾ ഇവിടെ ബൊഫേ കഴിക്കാൻ വേണ്ടി ഒരു പ്ലേസും കൂടെ അദ്ദേഹം തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടുത്തെ ബൊഫേ വാസ് സോ ഗുഡ്. ഇനി അത് ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നമ്മുടെ മെമ്മറിയിൽ ഒരിക്കലും മായ്ച്ചു കളയാൻ പറ്റത്തില്ലാത്തത്ര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. 650 ആണ് പെർ പേഴ്സൺ അവിടെ റേറ്റ് വെച്ച് പറഞ്ഞിരുന്നത്. എന്നാലും എല്ലാ ഫുഡ് ഐറ്റവും തന്നെ ഒന്നിനൊന്ന് മെച്ചമായിരുന്നു കേട്ടോ. ഇവിടുത്തെ പേസ്ട്രീസ് എടുത്തു പറയേണ്ട ഒരു ഐറ്റമാണ്. സാധാരണ നമ്മൾ ഒരു ബൊഫേ കഴിക്കാൻ പോകുമ്പോഴത്തേക്കും അവിടെയുള്ള പേസ്ട്രീസിൻ്റെ സ്പഞ്ചൊക്കെ ഭയങ്കര ഡ്രൈ ആയിരിക്കും, പക്ഷേ ഇവിടെ നല്ല സോഫ്റ്റ് ആൻഡ് സ്പഞ്ചി ജ്യൂസി ആയിട്ടുള്ള ഒരു പേസ്ട്രീസ് ആയിരുന്നു എല്ലാം തന്നെ കേട്ടോ. ഒന്നിനൊന്ന് ഡിഫറെൻറ്റ് ടേസ്റ്റും ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഏറ്റവും എൻജോയ് ചെയ്തത് ഇവിടുത്തെ സ്വീറ്റ്സിൻ്റെ ഒരു കൗണ്ടറാണ്.
അവിടെ നിന്ന് ഞങ്ങൾ കഴിച്ചത് ബ്രഞ്ച് ആയിരുന്നു കേട്ടോ. അതായത് 9 to 12 വരെയാണ് അവിടെ ടൈം ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ടൈം കഴിഞ്ഞ ശേഷം പിന്നെ നമുക്ക് വൈകുന്നേരം ഒരു 3 മണിയോടുകൂടി തിരിച്ചു പോയാൽ മതി. അപ്പം ഞങ്ങൾ സൂവിലൊക്കെ പോകാമെന്ന് വിചാരിച്ച് നോക്കിയിട്ട് ഭയങ്കര ട്രാഫിക് ബ്ലോക്കാണ്. വണ്ടിയൊന്നും പാർക്ക് ചെയ്യാനായിട്ടുള്ള സ്ഥലവും കാണുന്നില്ല. അപ്പം ഞങ്ങൾ കാർ പാർക്ക് ചെയ്യാൻ വേണ്ടി സൂവിൻ്റെ ഫ്രണ്ടിലേ നോക്കിയിട്ട് ഒട്ടും സ്ഥലം കിട്ടിയില്ല. ഞങ്ങൾ പല സ്ഥലത്തേക്കൊക്കെ കറങ്ങി നോക്കി. എന്നിട്ട് കാർ പാർക്ക് ചെയ്യാം, പക്ഷേ അപ്പോൾ ഒത്തിരി ദൂരം നടക്കേണ്ടി വരും. അപ്പോൾ കുട്ടികളെയും കൊണ്ടൊക്കെ അത്രയും ദൂരം നടക്കുന്നത് അത്ര നട്ടുച്ച നേരത്ത് നല്ല കാര്യമല്ലാത്തത് കൊണ്ട് ഞങ്ങൾ പോയ വഴിക്ക് നിയമസഭാ മന്ദിരം കണ്ടു. അപ്പോൾ കുട്ടികൾക്കാണെങ്കിലും ഇത് ഭയങ്കര മെമ്മറിയിൽ കിടക്കുന്ന ഒരു കാര്യമാണ് നിയമസഭാ മന്ദിരം കണ്ടതൊക്കെ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുമെന്ന് ഞങ്ങൾ ചെക്ക് ചെയ്തു. പക്ഷേ ആ സമയത്ത് ഞങ്ങൾക്ക് പെർമിഷൻ ഉണ്ടായിരുന്നില്ല അകത്തേക്ക് കയറാനായിട്ട്. വിസിറ്റേഴ്സ് അലൗഡ് അല്ലായിരുന്നു. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ ഞങ്ങൾ പ്ലാനറ്റോറിയം നേരത്തെ പ്ലാൻ ചെയ്തിരുന്നതാണ് കേട്ടോ. നവംബർ മാസത്തിൽ എൻ്റെ സ്കൂളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് തിരുവനന്തപുരത്തിന് ട്രിപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ സ്കൂളിലെ കുട്ടികളെയും കൂട്ടി പ്ലാനറ്റോറിയത്തിൽ വന്നതാണ്. അന്നേ ഞാൻ അവിടുത്തെ കഥകളൊക്കെ പറഞ്ഞപ്പോൾ തന്നെ മക്കൾ പറഞ്ഞു ഞങ്ങൾക്കൊരു തവണ പോകണം, ഞങ്ങൾക്കത് എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് പറഞ്ഞിരുന്നതാണ്. അപ്പോൾ അവരോട് എന്തായാലും കൊണ്ടുപോകാമെന്ന് ഉറപ്പ് പറഞ്ഞിരുന്ന കേട്ടോ. അപ്പോൾ ഞങ്ങൾ പ്ലാനറ്റോറിയത്തിലേക്കാണ് അടുത്തതായിട്ട് പോയത്.
പ്ലാനറ്റോറിയത്തിലെ കാഴ്ചകൾ നമുക്ക് പോലും പലതും മനസ്സിലാവില്ല, നിന്ന് വായിച്ച് മനസ്സിലാക്കി എടുക്കാൻ മാത്രമുണ്ട്. അപ്പോൾ ഈ കുട്ടികളുടെ മനസ്സിലത് എത്രത്തോളം അവർക്ക് അണ്ടർസ്റ്റുഡ് ആവുമെന്നറിയില്ല. പക്ഷേ അവർക്ക് എന്തായാലും ഈ ലോകം ചെറുതല്ല എന്നും ഇതിൻ്റെ ഒരു വിശാലതയെ പറ്റിയൊക്കെ കുറച്ചും കൂടെ ബോധ്യം വരുമെന്ന് എനിക്ക് ഉറപ്പാണ് കേട്ടോ. ഈ പ്ലാനറ്റോറിയത്തിൻ്റെ അകത്തെ കാഴ്ചകൾ ഒരു പരിധി വരെ ഈ നട്ടുച്ച നേരത്ത് ഞങ്ങൾക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. ഒത്തിരി അങ്ങ് ടയേർഡാവാതെ നല്ല ഒരു കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റി. അപ്പം നിങ്ങൾ ഉച്ച സമയത്തൊക്കെ വരുന്നുണ്ടെങ്കിൽ 2 മണിക്കും 3 മണിക്കും ഒക്കെ ഇവിടെ ഷോ ഉണ്ട്. അപ്പം ആ ടൈമൊക്കെ ഫ്രൂട്ട്ഫുള്ളായി യൂസ് ചെയ്യുവാണെങ്കിൽ പിന്നെ വൈകുന്നേരങ്ങളിൽ ഈ സൂ ഒക്കെ പ്ലാൻ ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഇറക്കി വാ, ചിരിച്ചോക്ക്. കഴിഞ്ഞ തവണ ഞാൻ പ്ലാനറ്റോറിയത്തിൽ വന്നപ്പോൾ ഈ സൈഡിലായിട്ടുള്ള ഡിനോസേഴ്സിൻ്റെ എക്സ്റ്റിങ്ക്റ്റഡ് ആയിട്ടുള്ള ഡിനോസേഴ്സിൻ്റെ ഡീറ്റെയിൽസും ഈ ഒരു സ്ട്രക്ചറും ഒന്നും നേരത്തെ പെട്ടില്ല കേട്ടോ. ഇത്തവണ കുട്ടികൾ അതൊക്കെ നേരത്തെ കണ്ടുപിടിച്ചു. അതുപോലെ ഒരു പാർക്കുണ്ട്, ബട്ടർഫ്ലൈ പാർക്കുണ്ട്, പിന്നെ കുറേ എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ അവർക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന കുറേ ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ഒരു ഔഷധത്തോട്ടമുണ്ട്, മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ വെച്ച് കളിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇപ്പോഴാണ് ശരിക്കും ഞാൻ മനസ്സിലാക്കിയത് കേട്ടോ. കുറേ കുട്ടികളൊക്കെ ഇവിടെ വന്ന് കളിക്കുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിലുള്ള കെട്ടിടങ്ങൾക്കും മരങ്ങൾക്കും ഒക്കെ എത്ര വർഷം പഴക്കത്തെ കഥകൾ പറയാനുണ്ടാകും എന്ന് ഓർത്ത് നമുക്ക് ശരിക്കും പേരൻസിന് കൂടി റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റുന്ന ഒരു പ്ലേസ് ആണ് കേട്ടോ ഇത്. എൻ്റെ ഏറ്റവും ചെറിയ കുഞ്ഞ് അത്ര അടങ്ങിയിരിക്കുന്ന പ്രായമല്ല, അതുകൊണ്ട് ഇവൻ്റെ കൂടെ നടക്കണം. അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാകുന്ന തരത്തിലുള്ള കുട്ടികളാണെങ്കിൽ അവരെ അവിടെ കളിക്കാൻ വേണ്ടിയിട്ട് നമുക്കും ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ഉണ്ട് കേട്ടോ ഇവിടെ. പലതരം ക്യാക്ടസിൻ്റെ ഒരു കളക്ഷൻ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഇതിൻ്റെ സൈഡിലായിട്ട് ഇത് കണ്ടോ, ഒരു ബസ് കണ്ടോ. എക്സിബിഷനൊക്കെ ഇവിടെ നിന്ന് വേണമെങ്കിൽ നമ്മൾ സ്കൂളിൽ വഴി ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ കുറച്ച് എക്യുപ്മെൻറ്റ്സും ഒക്കെ ആയിട്ട് നമ്മുടെ സ്കൂളിൽ വന്ന് ഡിസ്പ്ലേ ചെയ്ത് കുട്ടികളെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബസ്സാണ് കേട്ടോ ഇത്.
അപ്പോൾ ഞങ്ങൾക്ക് തിരിച്ചു പോകാനുള്ള സമയമായി. പക്ഷെ മനസ്സിലൊട്ടും തിരുവനന്തപുരത്തോട് യാത്ര പറഞ്ഞു പോരാൻ തോന്നുന്നില്ല. വീണ്ടും അവിടുത്തെ രുചികളും കെട്ടിടങ്ങളും കാഴ്ചകളും ഒരു പൗരാണികതയും ഒക്കെ നമ്മളെ തിരിച്ചു വിളിക്കുന്നുണ്ട്. എന്തായാലും വീണ്ടും അടുത്ത ട്രിപ്പ് പ്ലാൻ ചെയ്യേണ്ടിയിരിക്കുന്നു. തിരുവനന്തപുരം ഇതുവരെ കണ്ടു തീർന്നിട്ടില്ല. ഇനി കണ്ടു തീരാൻ പറ്റുമെന്ന് തോന്നുന്നുമില്ല. അത്രയും വിശാലമാണ് തിരുവനന്തപുരം. വെറുതെ അല്ല തിരുവനന്തപുരം നമ്മുടെ തലസ്ഥാനമായത്. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം കേട്ടോ. അതുവരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.